സോ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് കൺട്രോൾ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ തേർഡ് മൊഡ്യൂൾ വരെ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ രണ്ട് പാർട്ടാണ് നമ്മുടെ സിസ്റ്റത്തിന് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ആൻഡ് അനദർ വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്. അപ്പം പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതായത് ഡേറ്റ പ്രോസസ്സർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ALU എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് കൺട്രോൾ സിഗ്നൽസിനെയൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് റീഡ് ഓപ്പറേഷൻസ്, റൈറ്റ് ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ALUവിനെ എങ്ങനെയാണ് ക്യാപ്പബിൾ ആക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ കൺട്രോൾ ലോജിക് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ്, അതിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും essay ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നതാണ് ഈ 4 പോയിന്റ്സ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയും. സെക്കൻഡ് വൺ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. തേർഡ് വൺ PLA കൺട്രോള്. ഫോർത്ത് വൺ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. അപ്പൊ ഈ 4 വരുന്നത്. വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ്, സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ, PLA കൺട്രോൾ, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നിനെ കുറിച്ചുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ് ആണ്. അപ്പോൾ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും എന്തിന് യൂസ് ചെയ്യുന്നത്? പെർ സ്റ്റേറ്റ്. പെർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് എന്നല്ലേ നമ്മൾ പറയാം. പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെക്കൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള രീതിയിലാണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ പോയിന്റ് കിട്ടണം. സോ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് യൂസസ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ്. ഓരോ സ്റ്റേറ്റിലും അറ്റ് എ ടൈമിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്സ് എല്ലാം എന്തായിരിക്കും? അൺസെറ്റ് അല്ലെങ്കിൽ ഡീആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിന്റെ ഡിസൈനേഴ്സ് പറയുന്നത് ഇതിന് സിമ്പിൾ ഡിസൈനിങ് ആണ്. ഓപ്പറേഷണൽ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുണ്ട്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അതായത് ആൻഡ് ഗേറ്റ്സ്, ഓർ ഗേറ്റ്, അതിനെയൊക്കെ കമ്പൈൻ ചെയ്തൊരു വലിയൊരു കോംപ്ലക്സ് സർക്യൂട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. കോമ്പിനേഷണൽ സർക്യൂട്ട് ഇവിടെ കുറവാണ് എന്നാണ് പറയുന്നത്. സോ സിമ്പിൾ ഡിസൈനിങ് ആണ്, ഓപ്പറേഷണൽ സിംപ്ലിസിറ്റി കൂടുതലാണ്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇത്രയും 3 പോയിന്റ് ആണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മോർ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. മോർ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മോർ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഫിഗറും കൂടിയാണ് ഇതിന്റെ കൂടി വരയ്ക്കേണ്ടത്. എന്താണ്? ഈ ഒരു ഫിഗറും കൂടി നിങ്ങൾ വരയ്ക്കേണ്ടി വരും. അതായത് ഇതൊരു കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റിന് എന്ത് വരുന്നുണ്ട്? നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റേണൽ ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്. ഈ എക്സ്റ്റേണൽ ഇൻപുട്ട് കൺട്രോൾ യൂണിറ്റിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നാണ് ഈ കൺട്രോൾ സിഗ്നൽസ് ആയിട്ടുള്ള T0, T1, T2, T3 എന്നിവ ജനറേറ്റ് ചെയ്യുന്നത്. ഈ T0, T1, T2, T3 ചുമ്മാ തങ്ങി ഡിസിഷൻ ലോജിക് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുവല്ല. ഇതിനകത്ത് ഇത് കണ്ടോ, ഇവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ എക്സ്റ്റേണൽ ഇൻപുട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കൊടുക്കുന്നു.
അതിൽ നിന്നാണ് ഒരു കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ആ കൺട്രോൾ സിഗ്നലിനെ തന്നെ തിരിച്ചെങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഈ കൺട്രോൾ യൂണിറ്റിലോട്ട് വീണ്ടും കൊടുക്കുന്നു. ആ ഔട്ട്പുട്ട് തന്നെ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കൊടുക്കുന്നു. അതായത് ഓരോ സ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് കൺട്രോൾ യൂണിറ്റിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ആ ഓരോ കറണ്ട് സ്റ്റേറ്റിനെയും, ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കറണ്ട് സ്റ്റേറ്റിനെയും എക്സ്റ്റേണൽ ഇൻപുട്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന കൺട്രോൾ സിഗ്നൽസ് T0, T1, T2, T3 എന്നിവ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡിനകത്ത് നമ്മൾ പറയേണ്ടത്. അപ്പൊ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡ് എന്താണ്? അറ്റ് എ ടൈം ഒരു സ്റ്റേറ്റിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്. മാക്സിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സിമ്പിൾ ഡിസൈന്, ഓപ്പറേഷണൽ സിംപ്ലിസിറ്റി, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ് ഇവിടെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? കോസ്റ്റ് വളരെ കൂടുതലാണ്. റീസൺ എന്താണ്? മോർ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഡയഗ്രാം വരയ്ക്കണം. എന്താണ് ഡയഗ്രത്തില്? ഡിസിഷൻ ലോജിക് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിനെ വരയ്ക്കണം. അതിനൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് കാണും. എന്നിട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഇവിടെ വരയ്ക്കുക. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എല്ലാം ഔട്ട്പുട്ട് ആയിട്ട് ആരെ വരയ്ക്കുക? കൺട്രോൾ സിഗ്നൽ 4 എണ്ണം ഉണ്ട്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് 4 കൺട്രോൾ സിഗ്നൽ. എന്നിട്ട് ഈ ഓരോ സ്റ്റേറ്റും എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്, കൺട്രോൾ യൂണിറ്റിലോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് സ്റ്റേറ്റിനെയും എക്സ്റ്റേണൽ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഓരോ കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡിൽ പറയേണ്ടത്. അടുത്തത് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡിൽ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും ഈ 4 മെത്തേഡിലും ഒരു ഡിസിഷൻ ലോജിക് അല്ലെങ്കിൽ ഒരു കൺട്രോൾ യൂണിറ്റ് ഇതിന്റെ എല്ലാം മെയിൻ പാർട്ടാണ്. കാരണം അതിന്റെ ഡിസൈനിങ് ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? സോ അപ്പൊ ഇതിനകത്ത് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ് ആവുമ്പോൾ ഇവിടെ ഒരു സീക്വൻസ് രജിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു ഡീകോഡറും ഉണ്ട്. അപ്പൊ ഈ ഡിസിഷൻ ലോജിക്കിൽ നിന്ന് നമ്മൾ ഓരോ എക്സ്റ്റേണൽ ഇൻപുട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസിഷൻ ലോജിക്കിൽ നിന്നും ഓരോ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? സീക്വൻസ് രജിസ്റ്ററിലോട്ട് വരുന്നു. സീക്വൻസ് രജിസ്റ്ററിൽ നിന്ന് ഡീകോഡറിലോട്ട് വരുന്നു. ഡീകോഡറിൽ നിന്നാണ് ഫൈനൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ തവണ ജനറേറ്റ് ചെയ്യുമ്പോഴും അത് തിരിച്ച് ഫീഡ്ബാക്ക് ചെയ്ത് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഡിസിഷൻ ലോജിക്കിന് കൊടുക്കുന്നു. സോ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദിസ് ഡീകോഡറിനെയും എക്സ്റ്റേണൽ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യും. ആ ഒരു പോയിന്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. എന്താണ്? കറണ്ട് സ്റ്റേറ്റിനെയും എക്സ്റ്റേണൽ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കറണ്ട് സ്റ്റേറ്റ് പ്ലസ് എന്താണ്? എക്സ്റ്റേണൽ ഇൻപുട്ട്. ഈ രണ്ട് കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആര് വരുന്നത്? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ. ഇതിന്റെ എല്ലാത്തിന്റെയും ഫിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അടിയിലായിട്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്.